സൂപ്പർവാവിൻ്റെ റീൽസ് കാണുമ്പോൾ ഞാൻ എന്നും കരുതും അതേപോലത്തെ ഒരു റീൽസ് ഉണ്ടാക്കി നോക്കണത്. അങ്ങനെ ഞാനും ഷെമീറും ബസ്സിൽ ഇരിക്കുമ്പോഴാണ് നമുക്ക് തിരൂരിൽ നിന്ന് നിസാം ഖാൻ്റെ ഫോൺ വരുന്നത്. സ്നേഹിതത്തെ മുഴുവൻ കുട്ടികളായിട്ട് കലീസ് റെസ്റ്റോറൻറ്റിലേക്ക് ഫുഡ് കഴിക്കാൻ വരണം എന്ന് പറഞ്ഞിട്ട് കേട്ടോ. അങ്ങനെ ഫുഡ് കഴിക്കുന്ന കാര്യം പറഞ്ഞാൽ നമ്മൾ അൻസിനെ വിളിക്കാതെ കൂലില്ല. അൻസിൻ്റെ വീട് നമ്മൾ സ്നേഹിതൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ, പാണായി എന്ന് പറഞ്ഞ സ്ഥലത്ത് തന്നെയാണ്. അപ്പോൾ അൻസ് എത്തിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ സ്നേഹിതത്തെ കുട്ടികളെല്ലാവരും ബസ്സിൽ കയറി അങ്ങനെ ഡാൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് ലൈലാത്താനെ കാത്തിക്കാൻ. ലൈലാത്ത ഏകദേശം ഞങ്ങളൊരു 15 മിനിറ്റോളം ഞങ്ങളവിടെ പോസ്റ്റ് ആക്കിയിട്ടുണ്ട്. അങ്ങനെ ലൈലാത്ത അവിടെ എത്തി പെട്ടെന്ന് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ബസ്സിൽ കയറി. ഞങ്ങൾ എവിടെ പോകുമ്പോഴും നമ്മൾ ഷെമീർ ആയിക്കരട്ടെ നമ്മൾ ബസ്സിൻ്റെ ഡ്രൈവർ. അങ്ങനെ ഞങ്ങൾ തിരൂർ റെസ്റ്റോറൻറ്റിൻ്റെ മുന്നിലെത്തിയിട്ടുണ്ട്, കലീസ് റെസ്റ്റോറൻറ്റ് കേട്ടോ. അങ്ങനെ ലൈലാത്തിയും കുട്ടികളൊക്കെ ബസ്സിൽ നിന്ന് ഇറങ്ങി. അങ്ങനെ ഞങ്ങൾ പ്രത്യേകം ഒരെല്ലാവരും വെൽക്കം ചെയ്തു. കുട്ടികൾക്ക് എല്ലാവർക്കും ഫ്ലവറും കാര്യം നിസാംക്കിയും നിസാം ഖാൻ്റെ ഉമ്മയും ബാബുക്കിയും എല്ലാവരും അവിടെ കൂടിയിട്ട് ഞങ്ങളെല്ലാവരും വെൽക്കം ചെയ്തു. അങ്ങനെ വൈറൽ താരം അൻസിനെ വെൽക്കം ചെയ്യാൻ ഒരു മറന്നില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ സ്നേഹിതൻ്റെ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ബാബുക്കാർക്ക് പറഞ്ഞു കൊടുത്തു. കുട്ടികൾ ഭക്ഷണമൊക്കെ കഴിച്ചു. അനസ് ഭക്ഷണം കഴിച്ച് ഫുഡ് റിവ്യൂ പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. അനസ് വൈറലായ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ബാബുക്കാർക്ക് പറഞ്ഞു കൊടുത്തു കേട്ടോ. അപ്പോൾ വളരെ സന്തോഷമുള്ള ഒരു ദിവസമായിരുന്നു. അങ്ങനെ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ ഉടനെ തന്നെ നമ്മൾ സ്നേഹിതത്തെ കുട്ടികൾ ഒരു ഒപ്പന കളിച്ച ഉടനെ തന്നെ അനസ് കയറിയിട്ട് പിന്നെ ഫുൾ പെർഫോമൻസിന് കേട്ടോ. അങ്ങനെ അനസ് ഡാൻസ് കളിക്കണം കണ്ടപ്പോൾ എനിക്കും ബാബുക്കാർക്കും സഹിച്ചില്ല. ഞങ്ങളും കയറിയിട്ട് ഓരോ സ്റ്റെപ്പ് ഇട്ടു കേട്ടോ. അങ്ങനെ ബാബുക്ക് സ്പെഷ്യലായിട്ട് നമുക്കൊരു മിഠായിയൊക്കെ തന്നു. അങ്ങനെ ഞങ്ങൾ സ്നേഹിതൻ്റെ മുഴുവൻ കാര്യങ്ങളും ഞങ്ങൾ ബാബുക്കാർക്ക് പറഞ്ഞു കൊടുത്തു. അങ്ങനെ അനസിന് ഒരു ഗിഫ്റ്റായിട്ട് ബാബുക്കൊരു സമ്മാനമൊക്കെ കൊടുത്തു. അതിൻ്റെ ഇടയിൽ കൂടിയാണ് നമ്മളെ സാലിമ് വന്നുകൊണ്ട് അനസിനും എനിക്ക് ഓരോ ഷർട്ടൊക്കെ ഗിഫ്റ്റ് തരുന്നത് കേട്ടോ. അങ്ങനെ ബാബുക്ക് ഞങ്ങൾ ബസ്സിൻ്റെ ഉള്ളത്തെ വിശേഷങ്ങളൊക്കെ കയറി കണ്ടതിന് ശേഷം ഞങ്ങൾ അവർക്കൊരു ടാറ്റും കൊടുത്തിട്ട് ഞങ്ങൾ തിരൂർ ബീച്ചിൽ പോയിട്ടാണ് കേട്ടോ പിന്നെ തിരിച്ചു മടങ്ങിയത്. അപ്പോൾ ഓക്കെ, ബൈ.